മനോരമയെ മടയിൽ കയറി പിടപ്പിച്ച ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഓഡിയോ എങ്ങനെ? ലൈവായിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ്സുകാരെ പോലെ തന്നെ പിടിവിട്ടു അല്ലെങ്കിൽ റിലേ വിട്ടവരാണല്ലോ മനോരമ. അങ്ങനെയാണ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജനങ്ങളെ കൊണ്ടൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്നുള്ള നിലയ്ക്കും കോൺഗ്രസ്സുകാർക്ക് പിടിവള്ളി ഒരുക്കാം എന്നുള്ള നിലയ്ക്ക് മനോരമ ഇന്നലെ ഫണ്ട് എവിടെ എന്ന രീതിയിൽ പൊതുജനങ്ങളുടെ ഒരു ഫോൺ ഇൻ പരിപാടി വെച്ചു. അതിൽ ആരാണ് വിളിക്കാൻ സാധ്യത? കോൺഗ്രസ്സുകാരുടെ മാനസികമായി ഉണ്ടായിരിക്കുന്ന ഫ്രസ്ട്രേഷൻ പറഞ്ഞു തീർക്കാൻ വേണ്ടിയും ജനങ്ങൾക്ക് മുന്നിൽ പരമാവധി നുണയെത്തിക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നു. അവിടേക്കാണ് ഒരു ഫോൺ കോൾ വന്നത്. വിനീത ഭാവത്തിൽ തുടങ്ങി മനോരമയുടെ ആ സ്ഥാപകന്റെ കല്ലറ പൊളിച്ച് അതിനകത്തിട്ട് തുമ്മിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറയുന്ന ഒരു പ്രതികരണമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രേക്ഷകൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ശ്രീ രാജേന്ദ്രൻ, എന്താണ് ഈ വിഷയത്തിലുള്ള താങ്കളുടെ അഭിപ്രായം? ഈ ഗവൺമെന്റ് ഈ ഫണ്ട് ഇല്ലാതെ ഇത്തരത്തില് വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുന്നത് അത് എത്രത്തോളം ഗുണം ചെയ്യും, ഖജനാവിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യം പരിശോധിക്കണം. അപ്പൊ ഇതിനാകെ ഇനിയൊരു പ്രതിവിധി ഉള്ളത്, പണ്ട് കോട്ടയത്ത് ഒരു വലിയ ബാങ്ക് കൊള്ള നടത്തിയിട്ടുള്ള ഒരു വലിയൊരു പത്രമുതലാളിയുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ബാങ്ക് കൊള്ള നടത്തിയ ആ പൈസ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഈ ഗവൺമെന്റിന് കൊടുത്ത് അവരെ സംരക്ഷിച്ച് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് നാണമാവൂലേ ഈ ഒരു ചാനൽ ഇതുപോലുള്ള ഒരു ചർച്ച നടത്താനായിട്ട്? തന്തയ്ക്ക് വിളി കേൾക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറയും പോലെയാണ് മനോരമയുടെ അവസ്ഥ.